ഇതൊരു പട്ടണത്തിൻ്റെ കഥയാണ്. ഒരു രാത്രിയിൽ കടലിൽ മാഞ്ഞു പോയൊരു പട്ടണം, ജീവിതം നിറഞ്ഞൊരു തീരം, ഇന്ന് നിശബ്ദമായ മൺതിട്ടയിൽ മാത്രം. അതാണ് ധനുഷ്കോടി. 1964 ഡിസംബർ മാസം, ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കറ്റത്ത് കടൽ രണ്ടായി പിളർന്നു നിൽക്കുന്ന ഒരു തീരം. ഒരു കാലത്ത് തിരക്കേറിയ പട്ടണം, ഇന്ന് കടലിൻ്റെ ശബ്ദം മാത്രമാണ് അവിടെ ബാക്കിയായിട്ടുള്ളത്. ധനുഷ്കോടി രാമേശ്വരത്തിനറ്റത്ത് പാൽക്കും കടലും മാന്നാർ ഉൾക്കടലും ചേരുന്ന ഒരു സ്ഥലം. രാമേശ്വരത്തു നിന്ന് ഏകദേശം 18 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ പട്ടണം. ബ്രിട്ടീഷ് കാലത്ത് തന്നെ അവിടെ കസ്റ്റംസ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, സ്കൂൾ, ടെലഗ്രാം ഓഫീസ്, ചെറു മാർക്കറ്റുകൾ എന്നിങ്ങനെ ഉണ്ടായിരുന്നു. കടൽക്കരയിൽ മീൻപിടുത്തക്കാരുടെ വീടുകൾ, കടവിൽ വള്ളങ്ങൾ, തീർത്ഥാടകർ നിറഞ്ഞ റോഡുകൾ, ജീവൻ നിറഞ്ഞൊരു സ്ഥലം. ആ സമയത്ത് ധനുഷ്കോടി ഇന്ത്യയും ശ്രീലങ്ക ബന്ധിപ്പിക്കുന്ന പ്രധാന കയറ്റുമതി കേന്ദ്രമായിരുന്നു. പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ ദിവസവും അവിടെ എത്തുമായിരുന്നു. ശ്രീലങ്കയിലേക്ക് പോകുന്ന ബോട്ടുകൾ അവിടെ നിന്നായിരുന്നു പുറപ്പെടുന്നത് പോലും. പട്ടണം ചെറുതായിരുന്നു, പക്ഷേ ആത്മാർത്ഥമായ ജീവിതം നിറഞ്ഞതായിരുന്നു ആ ഒരു സ്ഥലത്ത്. കടലിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു ചെറിയ ലോകം. 1964 ഡിസംബർ 17 ബംഗാൾ ഉൾക്കടലിൽ ഒരു ആഴത്തിലുള്ള മേഘസ്ഫോടനം രൂപപ്പെട്ടു. മെട്രോളജിക്കൽ വകുപ്പ് അതിനെ ശ്രദ്ധിച്ചു. പക്ഷേ അന്നത്തെ കാലത്ത് സാങ്കേതിക മുന്നറിയിപ്പ് സംവിധാനം വളരെ പരിമിതമായിരുന്നു. ഡിസംബർ 19 അത് ശക്തമായ ചുഴലിക്കാറ്റായി മാറി. വേഗതയിൽ മണിക്കൂറിൽ 280 കിലോമീറ്റർ വരെ കാറ്റ് വീശുമെന്ന് അളന്നിരുന്നു. അത് ദക്ഷിണ തമിഴ്നാട്ടിലേക്കാണ് നീങ്ങുന്നതെന്നും വ്യക്തമായിരുന്നു. പക്ഷേ മുന്നറിയിപ്പ് ധനുഷ്കോടിയിൽ എത്തുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ജനങ്ങൾ അതിനെ ഒരു സാധാരണ മൺസൂൺ കാറ്റായിരുന്നു കണ്ടിരുന്നത്. ഡിസംബർ 22 രാത്രി 11 ചുഴലിക്കാറ്റ് പാമ്പൻ ദ്വീപ് ധനുഷ്കോടി ഭാഗം കടന്നു. മണിക്കൂറിൽ 270 മുതൽ 280 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് ആഞ്ഞു വീശി. തീരങ്ങൾ പൊട്ടി, വീടുകൾ പറന്നു, റെയിൽവേ പാളങ്ങൾ വളഞ്ഞു, പല കപ്പലുകളും വന്നു മറിഞ്ഞു. അന്നത്തെ രാത്രി 23 പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ പാമ്പം പാലം കടന്ന് ധനുഷ്കോടിയിലേക്ക് എത്തുമ്പോൾ ഒരു ഭീമൻ തിരമാല അതിനെ മുഴുവനായി വിഴുങ്ങുകയായിരുന്നു. പല കണക്കുകൾ പ്രകാരം 115ലധികം യാത്രക്കാരും റെയിൽവേ ജീവനക്കാരും രക്ഷപ്പെടാൻ പോലും കഴിയാതെ അതിൽ പെട്ടുപോയെന്നാണ് പറയപ്പെടുന്നത്. ധനുഷ്കോടിയിൽ മുഴുവൻ പട്ടണവും വെള്ളത്തിൽ മറിഞ്ഞു. വീടുകൾ, പള്ളികൾ, സ്കൂളുകൾ ഒന്നും അവശേഷിച്ചില്ല. കടലും കാറ്റും ചേർന്ന് പട്ടണത്തെ ഒരു മാപ്പിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി കളയുകയായിരുന്നു അന്നാ രാത്രിയിൽ. മറുനാൾ രാവിലെ രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ അവിടെ കണ്ടത് ഒരു നിശബ്ദമായ ശ്മശാന മരുഭൂമിയായിരുന്നു. കടൽ 3-4 കിലോമീറ്റർ അകലം വരെ കടന്നു കയറിയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ, കസ്റ്റംസ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ് എല്ലാം തകർത്തെറിഞ്ഞ നിലയിൽ. മനുഷ്യരുടെ ശരീരങ്ങൾ മണ്ണിൽ അടിഞ്ഞുകിടക്കുന്നത് പോലെയായിരുന്നു. കണക്കുകൾ പ്രകാരം 1800-ലധികം ആളുകളാണ് ദുരന്തത്തിൽ മരിച്ചതാണെന്ന് പിന്നീട് രേഖപ്പെടുത്തി. ഒരു പ്രധാന പട്ടണം, മധു, പാമ്പൻ, രാമേശ്വരം എല്ലാം ആ കനത്ത നാശനഷ്ടത്തെ നേരിടേണ്ടി വന്നു. പാമ്പം പാലം പോലും തകർന്നിരുന്നു. 150 മീറ്റർ നീളമുള്ള ഭാഗം കടൽ വിഴുങ്ങിയിരുന്നു. ആ ദുരന്തത്തിന് ശേഷം തമിഴ്നാട് സർക്കാർ ധനുഷ്കോടിയെ ദ ഗോസ്റ്റ് ടൗൺ എന്ന രീതിയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. അവിടെ പിന്നീട് മനുഷ്യവാസം നിരോധിച്ചു. അന്നു മുതൽ ആ പട്ടണം പുനർനിർമ്മിച്ചിട്ടില്ല. ഇന്നും പാമ്പൻ പാലം കടന്നു പോകുന്നവർക്ക് ദൂരെ കാണാം മണ്ണിൽ മറഞ്ഞ പഴയ വീടുകളുടെ അവശിഷ്ടങ്ങൾ, പാളം, പോസ്റ്റ് ഓഫീസ്, ചുറ്റുമുള്ള നിശബ്ദത. ഒരു കാലത്ത് ജീവൻ മുഴങ്ങി നിറഞ്ഞിരുന്ന ഒരു പ്രധാന സ്ഥലം ഇന്ന് കടലിൻ്റെ ഒരു ശ്മശാന ഭൂമിയായി മുഴങ്ങി നിൽക്കുന്നു. ധനുഷ്കോടിയുടെ കഥ പ്രകൃതിയുടെ അതിശക്തിയെയും മനുഷ്യൻ്റെ അതിവിശ്വാസത്തെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു പാഠമാണ്. ഒരു പട്ടണം ഒരേ ഒരു രാത്രി ഇല്ലാതായി, പക്ഷേ അതിൻ്റെ ഓർമ്മകൾ ഇന്നും ജീവനുണ്ട്. കടലിനരികിൽ കാറ്റ് വീശുമ്പോൾ, വെള്ളം മൺതിട്ടയിൽ തൊടുമ്പോൾ, ആ ദിനത്തിൽ നിലവിളികൾ ഇപ്പോഴും ആ തിരമാലകൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കാം. ധനുഷ്കോടി ഒരിക്കൽ ജീവിച്ചിരുന്നവരുടെ പട്ടണമായിരുന്നു, പക്ഷേ ഇന്ന് കടലിൻ്റെ മനസ്സിൽ ഉറങ്ങുന്ന ഒരു ഓർമ്മ മാത്രം. 1964 ഡിസംബർ 22 ഒരു പട്ടണം കടൽ മായ്ച്ചു കളഞ്ഞ ദിവസം. ധനുഷ്കോടി ഇന്നും കടലിൻ്റെ ഒരു പാട്ടായി മുഴങ്ങി കേൾക്കുന്നു.